ശ്രീഷപുരത്ത് ഈ വർഷം ആദ്യമായി തുടക്കം കുറിക്കുന്ന സാഹിത്യോത്സവത്തിന് എൻ്റെ എല്ലാ സന്തോഷവും ആശംസകളും ഞാൻ അറിയിച്ചു. ശ്രീകൃഷ്ണപുരം എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ ആദ്യം കടന്നു വരുന്ന മുണ്ടൂര് കഴിഞ്ഞാൽ പിന്നെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഗ്രാമമാണത്. കേരളത്തിൽ ഇത്രയധികം കലാ സാഹിത്യ രംഗങ്ങളിൽ സജീവത പുലർത്തുന്ന മറ്റൊരു ഗ്രാമം ഉണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. അത്രയും ശ്രേഷ്ഠമായ വായനയും ചിന്തയും എഴുത്തും ഒക്കെ ഉള്ള ഒരു സ്ഥലം, കലവറയില്ലാതെ കഥകളിയെ സ്നേഹിക്കുന്ന മനുഷ്യർ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് യോഗ്യതകൾ ആ ഗ്രാമത്തിനുണ്ട്. ഞാൻ ആദ്യമായി എൻ്റെ മികച്ച ഒരു പ്രസംഗം ചെയ്ത് ശ്രീകൃഷ്ണപുരത്താണ്. അത് ഒരുപാട് വർഷമായി. MTയുടെ മഞ്ഞ എന്ന നോവൽ പുറത്തിറങ്ങിയപ്പോൾ TK നമ്പൂതിരി കോട്ടയക്കന്നൂർത്തി ഒരു ദിവസം മുണ്ടൂരിൽ വന്ന് എൻ്റെ കൊലായിലിരുന്നു. എന്നിട്ട് എടോ സംഭാരം ഉണ്ടോ ചോദിച്ചു. ഇത്ര വെയിലാണ്. ആ സംഭാരം കുടിച്ച് അദ്ദേഹം പറഞ്ഞു, താനൊന്ന് വരണം, MTയുടെ മഞ്ഞിനെ കുറിച്ച് സംസാരിക്കണം. മുണ്ടൂരൊക്കെ ഉറങ്ങിക്കിടന്നിരുന്ന ഒരു കാലത്ത് MTയുടെ ഏറ്റവും ശ്രദ്ധേയമായ മഞ്ഞ് എന്ന നോവലറ്റ് ചർച്ച ചെയ്യാൻ ശ്രീകൃഷ്ണപുരത്തെ സഹൃദയർക്ക് തോന്നി എന്നത് തന്നെ അന്നത്തെ ഒരു വലിപ്പമായി ഞാൻ കണക്കാക്കും. ഞാനന്ന് പോയി ശ്രീകൃഷ്ണപുരം ഹൈസ്കൂളിലാണ് ആ മീറ്റിംഗ് നടന്നത്. അതിൽ അന്ന് വന്ന ശ്രോതാക്കളിൽ മഹാഭൂരിപക്ഷവും ഷർട്ടിടാതെ തോർത്തു മാത്രം തോളിലിട്ട് വന്ന നമ്പൂരാക്കന്മാരായിരുന്നു. അവരുടെ അന്നത്തെ സമകാല സാഹിത്യത്തിലും പൂർവകാല സാഹിത്യ ശ്രമങ്ങളിലും ഒക്കെ അവഗാഹമുള്ളവരായിരുന്നു. എൻ്റെ പ്രിയ സുഹൃത്തായ KC നാരായണനും ശ്രീകൃഷ്ണപുരം കൃഷ്ണൻകുട്ടിയും ഒക്കെ ശ്രീകൃഷ്ണപുരത്തുകാരാണ്. ഈ ശ്രീകൃഷ്ണപുരത്ത് ഒരു പുതിയ കാലത്തിൻ്റെ നവഭാവുകത്വം നിറഞ്ഞ സാഹിത്യ വിചാരങ്ങൾ, കലാവിചാരങ്ങൾ, കലാസാംസ്കാരിക പരിപാടികൾ എന്നിവ ചേർത്തിണക്കി ഒരു ഗ്രാമത്തെ തന്നെ ഉണർത്തിക്കൊണ്ടുവരാനുള്ള ശ്രീകൃഷ്ണപുരം സാഹിത്യോത്സവത്തിൻ്റെ ശ്രമക്കാരായ എൻ്റെ സുഹൃത്തുക്കൾ ശ്രീ സന്ദീപ് വാര്യർ, ശ്രീ ഹരിഗോവിന്ദൻ തുടങ്ങിയവർക്ക്, അവരുടെ കൂട്ടുകാർക്കും ഇങ്ങനെ തോന്നിയതിൽ എനിക്ക് അനൽപമായ സന്തോഷമുണ്ട്. ഏതൊരു മനസ്സിൻ്റെയും വികാസം വിദ്യാഭ്യാസത്തിൽ നിന്ന് തുടങ്ങുന്നു. വിദ്യാഭ്യാസം എത്തി നിൽക്കുന്നത് ആഴമേറിയ വായനയിലും ആഴമേറിയ ചിന്തയിലുമാണ്. ഈ ആഴമേറിയ വായനയും ആഴമേറിയ ചിന്തയുമാണ് ലോകോത്തരമായ സാഹിത്യവും സാഹിത്യകാരന്മാരെയും സൃഷ്ടിക്കുന്നത്. എല്ലാ കലാരൂപങ്ങളുടെയും അടിയിൽ ഇത്തരത്തിലുള്ള ഉയർന്ന ചിന്തയും ഉയർന്ന മാനവികതയും ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നളചരിതം 2-ാം ദിവസം എടുത്ത് നാം കാണുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിലും ഉള്ള ഒരു കാലഘട്ടത്തിലെ ഉദാത്ത ചിന്ത ഉണ്ണായി വാരിയാർ കൊണ്ടുവന്ന് നമുക്ക് കാണാം. അത് കുഞ്ചൻ നമ്പ്യാരുടെ കൃതികളായാലും പിന്നീട് പാലക്കാട്ട് വന്ന MTയുടെയോ OV വിജയൻ്റെയോ M സുകുമാരൻ്റെയോ മറ്റു കൃതികളായാലും ഇത് പ്രകടമാണ്. കലകളുടെയും അതുപോലെ തന്നെ സാഹിത്യത്തിൻ്റെയും അതുപോലെ തന്നെ ചിത്രമെഴുത്തിൻ്റെയും പാട്ടെഴുത്തിൻ്റെയും ഒക്കെ സമ്മിളിതമായ രൂപമാണ് നമ്മുടെ മനസ്സിലെ കലാബോധം. കലാബോധത്തിൽ നിന്നാണ് സഹൃദയത്വം ഉണ്ടാവുന്നത്. സഹൃദയത്തിൽ നിന്നാണ് ഒരു ഗ്രാമത്തിലെ ജനതയുടെ കൂട്ടായ്മയും ഗ്രാമത്തിൻ്റെ വികസനവും ഗ്രാമത്തിൻ്റെ ആഹ്ലാദത്തിൻ്റെ തുടികൊട്ടലും നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. ഈ തരത്തിൽ ശ്രീകൃഷ്ണപുരത്ത് മിസ്റ്റർ സന്ദീപ് വാര്യർ, മിസ്റ്റർ ഹരിഗോവിന്ദൻ തുടങ്ങിയ എൻ്റെ സുഹൃത്തുക്കൾ തുടക്കം കുറിക്കുന്ന ഈ സാഹിത്യ സാംസ്കാരിക ഉത്സവത്തിന് ഒരു പാലക്കാട്ടെ എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്ക് എൻ്റെ എല്ലാ നന്മകളും സന്തോഷവും ആശംസകളും നേർന്നുകൊള്ളുന്നു.